നമസ്കാരം. ഓ കുജനം രമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രമായ രമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം സർഗം 6 ആണ് ഇനി പാരായണം ചെയ്യേണ്ടത്. ശരഭംഗ മഹർഷി നിയോഗിച്ചതനുസരിച്ച് ശ്രീരാമലക്ഷ്മണന്മാരും സീതയും സുതീഷ്ണ മഹർഷിയെ കാണുന്നു. സുതീഷ്ണ മഹർഷി അവർക്ക് താമസിക്കാൻ മനോഹരമായ ഒരു സ്ഥലം പറഞ്ഞു കൊടുക്കുന്നു. മന്ദാകിനി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് അവിടെ. അങ്ങനെ വഴിയും കാട്ടിക്കൊടുക്കുന്നു, ഇതുവഴിയാണ് പോകേണ്ടതെന്ന്. പിന്നീട് അഗ്നി ജ്വലിപ്പിച്ച് മന്ത്രം ചൊല്ലി നെയ്യ് സമർപ്പിച്ചുകൊണ്ട് മഹർഷി അഗ്നിയിൽ പ്രവേശിച്ചു. അങ്ങനെ അദ്ദേഹം ഋഷിമാരുടെയും ദേവന്മാരുടെയും ലോകങ്ങൾ കടന്ന് ബ്രഹ്മലോകം പ്രാപിച്ചു. അതായിരുന്നു കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നാം പറഞ്ഞുകൊണ്ടിരുന്ന ശ്ലോകങ്ങൾ പ്രതിപാദിക്കുന്ന സന്ദർഭം. ആരണ്യകാണ്ഡം ഷഷ്ടസർഗഃ 6-ാം സർഗം. 1-ാമത്തെ ശ്ലോകം. ശരഭംഗേ ദിവം പ്രാപ്തേ മുനിസംഘാ സമാഗതാഃ അഭ്യഗച്ഛന്ത കാകുൽസ്ഥം രാമം ജ്വലിതതേജസം. ശരഭംഗൻ സർഗപ്രാപ്തനായതിനു ശേഷം മുനിസംഘങ്ങൾ ജ്വലിക്കുന്ന തേജസ്സോടുകൂടിയ രാമനെ ചെന്ന് കണ്ടു. 2, 3, 4, 5, 6 ശ്ലോകങ്ങൾ. വൈഖാനസാവലാഖില്യ സംപ്രക്ഷാളാമരീചിപാഃ അശ്മ കൂട്ടാച്ഛ ബഹവ പത്രാഹാരച്ഛ താപസാഃ ദന്തോലൂഖലിനച്ഛൈവ തഥൈവോന്മജകാ പരേ ഗാത്രശയ്യ അശയ്യച്ഛ തഥൈവാനവകാശികാഃ മുനയ സലിലാഹാര വായുഭക്ഷാസ്തഥാ പരേ ആകാശനിലയച്ഛൈവ തഥാ സ്തണ്ഡിലശായിനഃ തഥോർത്ഥവാസിനോദാന്തസ്തഥാർദ്രപടവാസസഃ സജപാച്ഛ തപോനിഷ്ഠ തഥാ പഞ്ചതപോന്വിതാഃ സർവേ ബ്രഹ്മ്യാശ്രയയുക്ത ദൃഢയോഗസമാഹിതാഃ ശരഭംഗാശ്രമേ രാമം അഭിജന്മുക്ഷതാപസാഃ. 2 മുതൽ 6 വരെയുള്ള ശ്ലോകങ്ങളുടെ അർത്ഥം. വൈഖാനസന്മാരും, അതായത് ഈശ്വരൻ്റെ നഖത്തിൽ നിന്ന് ഉളവായവർ. ബാലാഖില്യരും, ബ്രഹ്മാവിൻ്റെ മുടിയിൽ നിന്നും പിറന്നവൾ. സംപ്രാക്ഷാളരും, അതായത് ക്ഷാളന തീർത്ഥത്തിൽ നിന്ന് ഉണ്ടായവർ. മരീചിപന്മാരും, അർത്ഥം വെളിച്ചം മാത്രം പാനം ചെയ്ത് ജീവിക്കുന്നവർ. അശ്മകൂട്ടന്മാരും, അതിൻ്റെ അർത്ഥം പൊടിച്ച കല്ലു മാത്രം തിന്നുന്നവർ. പത്രാഹാരന്മാരും, ഇല തിന്ന് ജീവിക്കുന്നവർ എന്നർത്ഥം. ദന്തോലൂഖിലിനന്മാരും
പല്ലുകളെ ഉരലായി ഉപയോഗിച്ച് ഉമിയുള്ള ധാന്യം തിന്നുന്നവർ. ഉന്മജകന്മാരും, അതിൻ്റെ അർത്ഥം കഴുത്തിന് വെള്ളത്തിൽ തപം ചെയ്യുന്നവർ എന്നർത്ഥം. ഗാത്രശയന്മാരും, അതായത് ഗാത്രത്തെ ശയ്യയാക്കുന്നവർ. അശയന്മാരും, ഒരിക്കലും കിടക്കാത്തവർ, അതായത് വിശ്രമമില്ലാതെ അനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടുന്നവർ. ഇങ്ങനെയുള്ള ഋഷിമാരെ അവിടെ കണ്ടു. കൂടാതെ സലിലാഹാരന്മാരും, അതായത് വെള്ളം മാത്രം കുടിക്കുന്നവർ. വായുഭക്ഷകന്മാരും, വായു മാത്രം ഭക്ഷിക്കുന്നവർ. ആകാശനിലയന്മാരും, ആകാശത്തെ തന്നെ മേൽപ്പുരയാക്കുന്നവരും. സ്തണ്ടിലശായികളും, അർത്ഥം വെറും നിലത്ത് കിടക്കുന്നവർ. ഊർധ്വവാസികളും, ഉയരത്തിൽ വസിക്കുന്നവർ. ദാന്തന്മാരും, അതായത് ഇന്ദ്രിയ നിഗ്രഹം സാധിച്ചവർ. പടവാസസ്സുകളും ഈറനൊടുക്കുന്നവരും. സജപന്മാരും, സദാ ജപിക്കുന്നവർ. തപോനിഷ്ഠന്മാരും, അതായത് സദാ തപസ് ചെയ്യുന്നവർ. പഞ്ചതപന്മാരും, പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്യുന്നവർ ആയിട്ടുള്ള ബ്രഹ്മ തേജസ്സുള്ള ദൃഢയോഗന്മാരായ താപസന്മാർ ശരഭംഗാശ്രമത്തിൽ ശ്രീരാമനെ ചെന്ന് കണ്ടു. 2 തുടങ്ങി 6 വരെയുള്ള ശ്ലോകങ്ങളുടെ അർത്ഥമാണിപ്പോൾ പറഞ്ഞത്. സർഗം 6. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.